ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ടോൾ കേക്ക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ ഇതുവരെയും ടോൾ കേക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ ചെയ്തപ്പം വിചാരിച്ചു ടോൾ കേക്ക് ആയിട്ട് അങ്ങ് ചെയ്യാമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം വലിയ പാടൊന്നുമില്ല കേട്ടോ, വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്തു. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ കേക്കാണ്. ഇന്ന് സുമേഷ് ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ കേക്ക് ഞാൻ ഇന്നലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നാണ് ഡെക്കറേഷനൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. 3.5 ഇഞ്ച് ഹൈറ്റുള്ള 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്ത ശേഷം ബട്ടർ പേപ്പർ ഇട്ടിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. 250 ml മെഷർമെൻറ്റ് കപ്പിൽ ഞാനിപ്പോൾ അളന്ന് വെച്ചിരിക്കുകയാണ്. 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഈ അളന്ന് വെച്ച മൈദയിൽ നിന്ന് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റണം. മാറ്റിയിട്ട് ഈ 2 ടേബിൾ സ്പൂൺ മൈദയ്ക്ക് പകരം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം. പറ്റുമെങ്കിൽ 3 തവണ അരിച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ 1 തവണ അരിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 തവണ അരിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം എഗ്ഗൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ അംശമൊന്നും ഒട്ടും ഇല്ലാത്ത ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇലക്ട്രിക് ബീറ്റർ വെച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മിക്സിയുടെ ജാറിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അത് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് പോയി നോക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ എഗ്ഗ് നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്ലഫി ആകുന്നിടം വരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പൊടിച്ചതിന് ശേഷം ഞാൻ 1/4 കപ്പ് അളന്നെടുത്തതാണ്. എഗ്ഗിൻ്റെ യെല്ലോ കളറൊക്കെ മാറി നല്ല വൈറ്റ് കളറായിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് റൈസ് ബ്രാൻഡ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് 1/2 കപ്പോ ചേർത്ത് കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണ പോലുള്ള നമ്മളുടെ മണമുള്ള എണ്ണകളുണ്ടല്ലോ, അങ്ങനത്തെ ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ ഓയിൽ ഒറ്റയടിക്കങ്ങ് ചേർത്ത് കൊടുക്കാതെ പതുക്കെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യുമ്പോഴും വളരെ സ്ലോയിൽ 1-ലിട്ട് ബീറ്റ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പൊങ്ങിയിരിക്കുന്ന എഗ്ഗ് എല്ലാം അങ്ങ് താന്നു പോവും. ഇനി നമുക്കിപ്പം ബീറ്ററിൻ്റെ ആവശ്യമില്ല, അപ്പം ബീറ്റർ അങ്ങ് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ടൊരു 4 പ്രാവശ്യമായിട്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാവുന്നു. എല്ലാം കൊട്ട് നമ്മൾ ഒരുപാട് അങ്ങ് ഇങ്ങനെ കുത്തി ഉടയ്ക്കുന്ന പോലെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഹാർഡായി പോവും. അപ്പോൾ അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പാണ്. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നത് ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വടിച്ചെടുത്തിട്ട് നടുക്കൂടി ഇങ്ങനെ നാക്കിയാൽ മതി. കേക്ക് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന രീതിക്ക് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്നാണ് പറയുക. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ ബാറ്റർ ഉണ്ട് ഇപ്പോൾ അത്യാവശ്യം ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ തണുത്ത പാലൊഴിച്ച് കൊടുക്കരുത് കേട്ടോ, റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള പാലോ അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുള്ള പാലോ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ലൂസായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ നമ്മൾ ചെയ്യണത് ടോൾ കേക്ക് ആണെന്ന്.
അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റ് വേണം നമ്മുടെ കേക്കിന്. അതാണ് ഞാനിപ്പോൾ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ബാറ്റർ ഒഴിച്ച് ഈ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ഈ കേക്ക് ബേക്ക് ചെയ്തതിന് ശേഷം ഞാൻ സെയിം രീതിയിൽ ഒരു ബാറ്ററും കൂടി റെഡിയാക്കിയിട്ട് ഈ സെയിം കേക്ക് ടിന്നിൽ തന്നെ ഒരു കേക്കും കൂടി ബേക്ക് ചെയ്തെടുക്കും. ഇത്രയും വെയിറ്റ് വരുന്ന കേക്ക് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെയിം ബാറ്ററി തന്നെ 6 ഇഞ്ചിൻ്റെ 2 കേക്ക് ടിൻ ഉണ്ടെങ്കിൽ അതിൽ ഹാഫ് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതല്ല 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ കേക്ക് ബാറ്ററിൻ്റെ പകുതി ഒഴിച്ച് ആദ്യം ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്ത ശേഷം ബാലൻസ് ഇരിക്കുന്ന ബാറ്റർ കൊണ്ടിട്ട് അടുത്ത ഒരു കേക്കും കൂടെ ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 6 ഇഞ്ചിൻ്റെ 2 കേക്കായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ നല്ലൊരു ടോൾ കേക്ക് ആവും അത്. ഞാനിപ്പം 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കൂടുതലായിട്ടുള്ള എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ നാക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പം ഓവൻ ഇല്ലാത്തവർക്കും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടുമിക്ക കേക്കും ഇപ്പോൾ ചെയ്യുന്നത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ കേക്ക് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റ് ആയിട്ട് നമ്മുടെ പാത്രം ഒരു സ്റ്റാൻഡൊക്കെ ഇറക്കി വെച്ചിട്ട് പ്രീഹീറ്റ് ആക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഈ കേക്ക് ബാറ്റർ അതിനുള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. പാത്രം അടച്ച് ലോ ഫ്ലെയിമിൽ 25 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. കറക്റ്റ് 25 മിനിറ്റ് ആയപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം, ബേക്ക് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതാ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, നല്ലതുപോലെ തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിൽ വെച്ചിട്ടിരിക്കുകയാണ്. പിന്നെ സെയിം രീതിയിൽ തന്നെ ഒരു കേക്ക് ബാറ്റർ കൂടെ റെഡിയാക്കി മറ്റൊരു കേക്കും കൂടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 2 കേക്ക് കൂടെ റെഡിയാണ്. കേക്കിൻ്റെ ചൂട് നല്ലതുപോലെ ഒന്ന് മാറിയതിന് ശേഷം ഓരോ കേക്കും 3 ലെയറായിട്ട് വീതം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കേക്കിൻ്റെ ചൂട് നല്ലതുപോലെ മാറിയതിന് ശേഷം ഓരോ കേക്കും 3 ലെയറായിട്ട് വീതം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 6 ലെയർ ഉണ്ട് മൊത്തത്തിൽ. പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചൂടാക്കിയതിലേക്ക് 75 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആയപ്പോൾ 1 ടീസ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് നമ്മളുടെ ഈ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ്. അപ്പം ഗനാഷ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കാഞ്ഞത് മുന്നത്തെ വീഡിയോയിലൊക്കെ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ആ വീഡിയോ കാണണം താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഞാനൊരു 3.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം വിപ്പിംഗ് ക്രീമൊക്കെ ഓരോരുത്തരുടെ ഒരു അളവിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ ഈ കേക്കിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഇല്ല, അപ്പോൾ അതൊരു 3 സ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചൊന്നും മിക്സ് ചെയ്യേണ്ട, ഈ സ്പാച്ചിൽ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ഗനാഷിൻ്റെ ചൂട് നന്നായിട്ട് മാറിയിട്ട് വേണേൽ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും കൂടി മിക്സ് ചെയ്തെടുക്കുന്ന ഈ ക്രീമിന് നല്ല അസാധ്യമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് തന്നെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് കുറച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് പഞ്ചസാരയിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് ആറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ടേൺ ടേബിൾ എടുത്ത് അതിന് മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്ത് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് ഗനാഷ് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഈ ക്രീം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ഗനാഷ് ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വേറൊരു പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടായാലും മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ. അപ്പോൾ ഗനാഷ് മാത്രം ഒഴിക്കുന്നുള്ളെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും രണ്ടും ചെയ്യുന്നുണ്ട്. ഈ ചോക്ലേറ്റും കൂടി ഇതിനകത്ത് കടിക്കുമ്പോഴാണ് ഈ ഗനാഷിൻ്റെ ടേസ്റ്റും ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി വരുമ്പോഴാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഈ സെയിം രീതിയിൽ തന്നെ നമുക്ക് 6 ലെയറും ചെയ്തെടുക്കാം. ഇപ്പോൾ 6 ലെയറും വെച്ച് കഴിഞ്ഞു. ഇനി ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം.
ഇപ്പോൾ ക്രീം നല്ലതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലുള്ള ഹോൾസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും കുറച്ച് ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ ഷേപ്പ് ചെയ്തെടുക്കാവൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നീറ്റായിട്ട് വരില്ല. കേക്കിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പം പാലറ്റ് നൈഫ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ആക്കി കൊടുത്തിട്ട് വേണം ഷേപ്പ് ചെയ്യാനായിട്ട്. കേക്ക് നല്ലതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഹൈറ്റും ഉണ്ട് നമ്മുടെ കേക്കിന്. ഇനി കേക്ക് ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഓൾമോസ്റ്റ് പണി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഡെക്കറേറ്റ് ചെയ്താൽ മാത്രം മതി. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ സുമേഷ് ഏട്ടൻ്റെ ബർത്ത്ഡേ നാളെയാണ്. അപ്പം നാളെ ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഈ കേക്ക്. നല്ല അതുപോലെ ഇരുന്ന് തണുത്തതിന് ശേഷം നാളെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ പിറ്റേ ദിവസമായി കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തിരിക്കുകയാണ്. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ ആണല്ലോ, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ അത്. അപ്പം നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഗോൾഡൻ ട്രിപ്സ് ആണ്, ഐസ് മാജിക്കിൻ്റെത്. അപ്പോൾ ഇത് ഒരു 200 രൂപയാണ് കേട്ടോ ഈ ഒരു ബോട്ടിലിന്. 100 ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണിത്. ഇത് കേക്കിൻ്റെ മുകളിലായിട്ട് ഡ്രിപ്പ് ചെയ്യണ പോലെ ആക്കി കൊടുക്കുകയാണ്. ഡ്രിപ്പ് ചെയ്താക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ കേക്കിൻ്റെ ബോർഡറായിട്ട് ഈ റെയിൻബോ സ്പ്രിങ്കിൾസ് വെച്ചിട്ട് ഒരു ബോർഡർ പോലെ ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞാൽ 250 ഗ്രാമാണുള്ളത്. അപ്പോൾ 250 ഗ്രാമിന് 100 രൂപയാണ് കേട്ടോ. അതൊരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കാർഡ് എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അങ്ങനെ ബോർഡറും നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിലായിട്ടൊരു ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒറിജിനൽ ഫ്ലവർ അല്ല, നമ്മളുടെ കേക്കിൻ്റെ ടൂൾസൊക്കെ വാങ്ങുന്ന ഷോപ്പിൽ ഇത് അവൈലബിൾ ആണ്. ഇതൊരു സൈഡിലായിട്ട് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇതുണ്ട്, ഇതിങ്ങനെ ഷോപ്പിൽ ഇരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗി തോന്നി, അങ്ങനെ ഞാൻ ഒരെണ്ണം വാങ്ങിയതാണ്. ഇതിപ്പോൾ ഈ ഫ്ലവറിൻ്റെ കൂട്ടത്തിൽ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇത് കാണാനായിട്ട് നോക്കിയാൽ മഞ്ചാടി ഇല്ലേ, അതേപോലെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ സിമ്പിൾ ഡെക്കറേഷൻ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. അപ്പം നമ്മൾ ക്യാമറയിൽ കൂടി കാണുന്നതിനെക്കാട്ടി നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒറിജിനലായിട്ട് കാണാൻ. ഇനി ഹാപ്പി ബർത്ത്ഡേ ഒരു സ്റ്റിക്കും കൂടി വെച്ച് കൊടുക്കാം. പിന്നെ പേരെഴുതിയത് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിൽ കുറച്ച് റെഡ് കളർന്ന് മിക്സ് ചെയ്തിട്ട് മോൾഡിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തതാണ്. അത് നമ്മുടെ ചാനലിൽ റെഡ് വെൽവെറ്റ് കേക്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മോൾഡിൽ എങ്ങനെയാണ് ലെറ്റേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെക്കണമെന്നുള്ളത് കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ ടോൾ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ വെയിറ്റ് ഞാൻ നോക്കിയപ്പോൾ 2.25 കിലോയാണുള്ളത്. അപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നതും. ഓക്കെ, നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ സുമേഷ് ഏട്ടൻ എത്തിയിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്യാം. ഞാനല്ലേ ഉണ്ടാക്കിയത്, നിങ്ങൾ രണ്ടുപേരുടെ കട്ട് ചെയ്തോ. ഓക്കെ ഓക്കെ. അപ്പോൾ സുമേഷ് ഏട്ടൻ കട്ട് ചെയ്തപ്പം ഞാനിതിങ്ങനെ പ്ലേറ്റിലൊക്കെ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ കേട്ടോ. അപ്പം ഗേസ് നമുക്ക് അത് ഇരുന്നില്ല. എന്തായാലും ഞാനങ്ങ് കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗേസ് നമ്മളുടെ കേക്ക് അങ്ങനെ ഇരുന്നു. കാര്യം ആദ്യം കട്ട് ചെയ്തത് ചെറിയൊരു പീസായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇരിക്കാഞ്ഞത്. ഇപ്പം എന്തായാലും വലിയൊരു പീസ് കട്ട് ചെയ്തു, അങ്ങനെ ഇരുന്നു. ഇരുന്ന കേക്ക് ടേസ്റ്റ് നോക്കാം. നല്ല ലെയറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതേപോലെ കിടക്കുന്ന കേക്ക് നല്ല ലെയറായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്തു, ഇനി ടേസ്റ്റ് നോക്കാം. കൊള്ളാം, സൂപ്പറാണ് കേട്ടോ. താങ്ക് യു. കൊള്ളാം, സൂപ്പർ. നല്ല ടേസ്റ്റ് ഉണ്ട്, സോഫ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട്.
നല്ല ടേസ്റ്റും ഉണ്ട്. സൂപ്പർ. കൊള്ളാം. കട്ടാവുന്നുണ്ട്. ചോക്ലേറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ഗനാഷ് ചേർത്തിട്ടുണ്ടല്ലോ. പക്ഷെ രണ്ടും കൂടെ ചേർത്തപ്പം പ്രത്യേക ടേസ്റ്റ് ഇട്ട് ആ പീസൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നുണ്ട്. നല്ല അടിപൊളിയത്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. കൊള്ളാം. സൂപ്പറാണ് കേട്ടോ. നല്ല സോഫ്റ്റും ഉണ്ട്, നല്ലപോലെ തണുത്തിരിക്കുന്നു, നല്ല തണുപ്പുണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. പാവം. അപ്പൊ ഓക്കെ, ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഒരു കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ കുറച്ച് ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് ഇച്ചിരി ഐറ്റം ഒക്കെ ഉണ്ടാക്കി, അത്രയേ ഉള്ളായിരുന്നു. മോനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ, ഇപ്പോൾ വരും. ഹാപ്പി ബർത്ത്ഡേ ഡാഡി. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ഡാഡി. എൻ്റെ മോൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. അകത്തുണ്ട്. താങ്ക് യു. വെൽക്കം. ക്രീം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് തേക്കുന്നു. അപ്പൊ മോന്റെ ഗിഫ്റ്റും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ മോന് എൻ്റെ ബർത്ത്ഡേക്ക് ചെയ്തു തന്നത് ഞാനൊന്ന് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതും കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി വാവേ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ നമ്മളുടെ വീഡിയോ അല്ലേ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക, ഇതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ എങ്ങനെ എത്രത്തോളം ഇഷ്ടമായിട്ടുണ്ടെന്ന് അറിയാൻ പറ്റൂ. പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അടുത്തതിനെ ഞാൻ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ഗുഡ് ബൈ.